ഓൾമോസ്റ്റ് കാസ്റ്റിങ്ങും പരിപാടികളൊക്കെ ഞാനിങ്ങനെ ഹാൻഡ് പിക്ഡായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതായത് കണ്ടുമുട്ടുന്ന ആളുകളിൽ നിന്ന് കാസ്റ്റിങ്ങുകളെടുത്ത് എനിക്ക് രൂപങ്ങൾ ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഒരു വിധപ്പെട്ട രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആളേ ഇല്ല, ഒന്നുമില്ല. അത് ആ ഒരു ജോണർ മാത്രമാണ് റിപ്പീറ്റ് ചെയ്തത്. സിനിമയുടെ ഒരു കഥാപാത്രങ്ങളെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞു. ഞാൻ എൻ്റെ അഭിനയത്തിൻ്റെ പരിപാടി കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ അതിലോട്ട് ചേർന്നു. ഏത് ഇതോ ഇതൊന്നും ഞാൻ പറയാൻ പാടില്ല. കാണാനോട് ചോദിച്ചത് അതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം. നല്ല രസമുള്ള സ്ക്രിപ്റ്റാണ്, നല്ല രസമുള്ള പടമാണ്. അതായത് അദ്ദേഹം വേറൊരാളുടെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്യുമ്പോൾ അത്ര ഷുവർട്ടി ഇല്ലാത്തൊരു പടം ചെയ്യും. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതി വലിയ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഡയറക്ടറാണ് അദ്ദേഹം. അപ്പം അത് വേറൊരാളുടെ ഒരു സ്ക്രിപ്റ്റ് എടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിൽ പുള്ളിക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതും ആ സിനിമയ്ക്ക് വളരെ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ സിനിമ എടുത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വിജയേട്ടൻ്റെ കൂടെ ഞാനിപ്പോൾ ചെയ്യുന്നതും ഒരു രസമുള്ള ഒരു കാര്യമാണ്. കാസ്റ്റിങ്ങൊക്കെ ഭയങ്കര രസമുള്ള പടമാണ്. സാധാരണ ആക്ടിങ്ങും ഡയറക്ഷനും എന്ന് പറയുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഡയറക്ഷൻ ഭയങ്കര പ്രഷർ പിടിച്ച പരിപാടിയാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ജോയിച്ചേട്ടൻ പറഞ്ഞാൽ ഫസ്റ്റത്തെ പണി കഴിഞ്ഞിട്ട് സഡൻലി തന്നെ സെക്കൻഡിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എന്താണ് ഇതിന് കിട്ടുന്ന ഒരു ഇത്? ഇപ്പോൾ ആക്ടിങ്ങിനായിട്ട് കൂടുതൽ ഇപ്പോൾ താല്പര്യം ഡയറക്ഷനിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അഭിനയമാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ ഇതൊക്കെ നടക്കണമല്ലേ. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നുമല്ല. അങ്ങനെ ഒരു കഥ വരുന്നു, കഥ കിട്ടുന്നു, അപ്പോൾ അത് ചെയ്യാമെന്ന് തോന്നുന്നു. സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ യൂസ് ചെയ്യുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ദയവായിട്ട് കൊണ്ടുവരുന്ന എല്ലാ അവസരങ്ങളെയും നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതൊക്കെ നടക്കുമോ നടക്കില്ല എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. എല്ലാം ട്രൈ ചെയ്യുക. കിട്ടുന്ന പണിയുടെ ഒരു രസമില്ല.
എന്തടാ